ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ ഫിത്ർ സക്കാത്തിൻ്റെ അരി ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് അയൽവാസികൾക്ക് കൊടുക്കാമോ? അതിനുള്ള മറുപടി എന്താ? ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ പൈസ കൊടുത്താൽ പോരെ, അരി ഇപ്പോൾ എല്ലാ വീട്ടിലും കിട്ടുമല്ലോ, പൈസ കൊടുത്താൽ പോരെ? അങ്ങനെ മുടന്തൻ ന്യായം പറയുന്ന ആളുകളെ നിങ്ങൾ കേട്ടോളി, ഫിത്ർ സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? ചില ആളുകൾ ഈ ഫിത്ർ സക്കാത്ത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി മകൻ, മകള്, മകള്, മകൻ, ജ്യേഷ്ഠൻ, അനുജൻ, അനുജൻ, ജ്യേഷ്ഠൻ, ഈ 4 വീട് ഇങ്ങനെ കറങ്ങി കൊടുക്കും. ചില ആളുകൾ അമ്മായി മാമാമാര്, മാമ എളിയമ്മമാര്, എളിയമ്മ മൂത്താപ്പമാര്, മൂത്താപ്പ കൊച്ചാപ്പമാര് പരസ്പരം അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് അർഹരാണോ എന്ന് നോക്കണം. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ആരാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, കൊടുക്കേണ്ടതിൻ്റെ അളവെന്താണ്, പൂർണ്ണമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ, ഈ റമളാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്യുവാനും റബ്ബ് തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാനുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഫിത്ർ സക്കാത്ത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാ വർഷവും കൊടുക്കുന്നതാണ്. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസ്അലകൾ, ഒരുപാട് കാര്യങ്ങൾ ഒക്കെ പല കിതാബുകളിലും കാണുവാൻ സാധിക്കും. എന്നാൽ കോമണായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്, സക്കാത്ത് 2 വിധമാണ്. നൗആൻ, സക്കാത്ത് എന്ന് പറഞ്ഞാൽ 2 വിഭാഗമാണ്. ഒന്ന് സമ്പത്തിൻ്റെ സക്കാത്താണ്, 2 ശരീരത്തിൻ്റെ സക്കാത്താണ്. സക്കാത്തുൽ മാലുണ്ട്, അതുപോലെ സക്കാത്തുൽ ബദനുണ്ട്. ശരീരത്തിൻ്റെ സക്കാത്തുണ്ട്, സമ്പത്തിൻ്റെ സക്കാത്തുണ്ട്. ഇന്ന് നമ്മൾ വളരെയധികം ഗൗരവത്തോടെ കാണേണ്ട സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന് 2ാമത്തെ വർഷത്തിലാണ് ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കപ്പെടുന്നത്. അതായത് നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിഴവുകൾ അതൊക്കെ പരിഹരിക്കാൻ സഹുവിൻ്റെ സുജൂദ് നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പ്, ആ റമദാൻ മാസത്തിലെ നോമ്പിൻ്റെ പിഴവുകൾ പരിഹരിക്കാനാണ് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുന്നത്. സക്കാത്തുൽ അബ്ദാൻ എന്നും ഈ ഫിത്ർ സക്കാത്തിന് പറയപ്പെടാറുണ്ട്, ശരീരത്തിൻ്റെ സക്കാത്ത് എന്നാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ഗൗരവത്തോടെ പറഞ്ഞ ഒരു ഹദീസ് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുകയാണ്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നു, ഇന്ന സൗമ റമളാന മുഅല്ലകും ബൈനസ് സമാഇ വൽ അർള് ലാ യുർഫഉ ഇല്ലാ ബിസക്കാത്തിൽ ഫിത്ർ. വളരെ ഗൗരവമാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഹദീസാണ്. നിശ്ചയമായും നമ്മൾ പരിശുദ്ധമായ റമളാൻ 1 മുതൽ പിടിച്ചിട്ടുള്ള നോമ്പ് വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഒരുപാട് ദാഹവും വിശപ്പും ഒരുപാട് ഹറാമുകളിൽ നിന്ന് നമ്മൾ ശരീരത്തെ പിടിച്ചു വെച്ച് നമ്മൾ പിടിച്ചിട്ടുള്ള ഈ നോമ്പ്, ആ നോമ്പ് അള്ളാൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമാവണമെങ്കിൽ, സ്വീകാര്യപ്രദം എന്ന് മാത്രമല്ല, നമ്മൾ പിടിച്ചിട്ടുള്ള ഈ നോമ്പ് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ഉയർന്നു പോകണമെങ്കിൽ, നമ്മൾ പിടിച്ചിട്ടുള്ള ഈ നോമ്പ്, നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് ബൈനസ് സമാഇ വൽ അർള്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ മുഅല്ലകുൻ, അതിങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്, അതിങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അത് മുകളിലേക്ക് പോകണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ ലാ യുർഫഉ ഇല്ലാ ബി സക്കാത്തിൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് കൊടുത്താലേ ആ പിടിച്ചിട്ടുള്ള നോമ്പ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർന്നു പോകൂ. അങ്ങനെ അള്ളാഹിൻ്റെ അടുക്കൽ ചെന്നാലേ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഫിത്ർ സക്കാത്ത് അത് നിർബന്ധമാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. പല ആളുകളും സക്കാത്ത് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇതെനിക്കുള്ളതല്ല. അതിപ്പോൾ ഫിത്ർ സക്കാത്ത് ആയാലും സാധാരണ സക്കാത്ത്, നമ്മുടെ ധനത്തിലുള്ള സക്കാത്ത് ആയാലും, ഈ സക്കാത്ത് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത്, മനസ്സിലോടി വരുന്നത്, ഇതെനിക്കുള്ളതല്ല, ഈ വിഷയം എനിക്ക് പറയപ്പെട്ടതല്ല, ഇതൊക്കെ നാട്ടിലെ മുതലാളിമാർക്കുള്ളതാണ് എന്നൊരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിക്കോ, ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമുക്കൊന്ന് പരിശോധിക്കാം, ആരാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്, ആരുടെ മേലാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്? ഉലമാക്കൾ പറയുന്നു, പെരുന്നാൾ ദിവസവും പെരുന്നാൾ രാത്രിയും, പെരുന്നാളിൻ്റെ പകലും രാത്രിയും കഴിക്കാനുള്ള ഭക്ഷണം, ധരിക്കാനുള്ള വസ്ത്രം, കയറി കിടക്കാനുള്ള പാർപ്പിടം, ഇത് 3ഉം കഴിച്ച് ബാക്കിയുള്ളവർ ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണ്.
കഴിക്കാൻ ഭക്ഷണമില്ല, പെരുന്നാൾ ദിവസവും പകലും രാത്രിയും കഴിക്കാൻ ഭക്ഷണമില്ല, അവർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. വസ്ത്രമൊന്നുമില്ല എങ്കിലും അവരും കൊടുക്കണ്ട. കയറി കിടക്കാൻ ഒരു കൂര പോലുമില്ല എങ്കിൽ അവരും കൊടുക്കണ്ട. വാടക വീട്ടിലാണെങ്കിലും കയറി കിടക്കാൻ നമുക്ക് കൂരയുണ്ട്, നമുക്ക് വീടുണ്ട്, എന്നാൽ അവർ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. വീടൊന്നുമില്ലാത്തവർ, കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ലാത്തവർ, തെരുവിലാണ് കിടക്കുന്നത്, ആരെങ്കിലും കൊണ്ടുവന്ന് തരണം, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് എങ്കിൽ അവർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമല്ല. ഇതല്ലാത്ത മുഴുവൻ ആളുകൾക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിൽ ആരാണ് ഒഴിവാകുന്നവർ? ആരാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഒഴിവാകുന്നവർ? എല്ലാവർക്കും നിർബന്ധമാണ്. അപ്പോൾ പെരുന്നാൾ ദിവസവും പെരുന്നാളിൻ്റെ രാത്രിയിലും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്ക് ശേഷം ബാക്കിയുള്ള ആളുകൾ മുഴുവനും ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണ്. നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, നമുക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട്, നമുക്ക് കയറി കിടക്കാൻ വീടുണ്ട്. ഇത് മൂന്നും ഇല്ലാത്തവരാണെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട, ബാക്കിയുള്ള എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത്? ആരാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതെന്നും നമ്മൾ പഠിച്ചു. ഇനി എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? അതായത് നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മഗ്രിബ് കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞു നാളെ പെരുന്നാളാണെന്ന്. എന്നാൽ ഇന്ന് മഗ്രിബ് തൊട്ട് നാളെ പെരുന്നാൾ രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വരെയുള്ള സമയം നമുക്കുണ്ട്. ഇതാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ഏറ്റവും അഫ്ളലായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള സമയം. റമദാൻ 1 മുതൽ റമദാൻ 30 പൂർത്തിയാക്കി അല്ലെങ്കിൽ 29 പൂർത്തിയാക്കി പെരുന്നാൾ എന്നാണോ ആ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വരെ നമുക്ക് കൊടുക്കാൻ അനുവാദമുണ്ട്. ഉലമാക്കൾ അങ്ങനെ പറയുന്നുണ്ട്. റമദാൻ 1 മുതലേ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ളലായ സമയം നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ ഇന്ന് മഗ്രിബ് തൊട്ട് നാളെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഖുതുബക്ക് വേണ്ടി ഇമാം മിമ്പറിൽ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ആ സമയം വരെ, അതായത് നാളെ നിസ്കാരത്തിന് മുമ്പ് എന്ന് നമുക്ക് പറയാം, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ കൊടുത്തു വീട്ടുക. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം. പിന്നെ കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം, ഇതെൻ്റെ ഫിത്ർ സക്കാത്തിൻ്റെ അരിയാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതുക, നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കുക. ഇനി ചില ആളുകൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ നാട്ടുകാരോ, അവരൊക്കെ ദൂരെയുള്ള ആളുകളാണ്. അവർക്ക് നമുക്ക് ഈ പെരുന്നാളിൻ്റെ ഈ ഒരു ടൈമിൽ നാളെ പെരുന്നാളാണെന്നറിഞ്ഞ് ഇന്ന് മഗ്രിബിനെ കൊണ്ടുപോയി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അവർ ദൂരെയാണ്, അവർ ദൂരപ്രദേശത്ത് താമസിക്കുന്നവരാണ്. എങ്കിൽ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് പെരുന്നാൾ ദിവസത്തിൻ്റെ വൈകുന്നേരം വരെ നമുക്ക് ഈ ഫിത്ർ സക്കാത്ത് അവരെ കാത്തു വെച്ചുകൊണ്ട് നമുക്ക് പിന്തിപ്പിക്കാവുന്നതാണ്. അല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ആളുകളും എപ്പോൾ കൊടുത്തു തീർക്കണം? പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ, പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ ഖത്തീബ് ആ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പെങ്കിലും നമ്മൾ കൊടുത്തു വീട്ടണം. നമ്മളെന്ത് ചെയ്യുക? രാത്രി തന്നെ കൊടുത്തേക്കുക. മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാലും മതി. നമ്മുടെ വീട്ടിലാരും കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ ആളില്ല എങ്കിൽ അടുത്ത വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? വിശ്വസ്തരാണെങ്കിൽ അവരെ ഏൽപ്പിക്കുക, ഇത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് പറയുക ഞങ്ങളുടെ ഫിത്ർ സക്കാത്താണെന്ന് പറയുക. അങ്ങനെ നമുക്ക് ഏൽപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ ഗൾഫിലുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഗൾഫിൽ നമ്മുടെ മക്കളുണ്ട് എങ്കിൽ അവരുടെ ഫിത്ർ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തിരുവനന്തപുരത്ത് പഠിക്കുന്നു, കോഴിക്കോട് പഠിക്കുന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂർ പഠിക്കുന്നു, ചെന്നൈയിൽ പഠിക്കുന്നു, ഡൽഹിയിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ മറ്റു ജോലിയിൽ ഏർപ്പെടുന്നു. അപ്പോൾ അവരുടെ ഫിത്ർ സക്കാത്ത് എങ്ങനെയാണ്? അവരുടെ ഫിത്ർ സക്കാത്ത് നമ്മൾ ഇവിടെ കൊടുത്താൽ ശരിയാവില്ല. അവരേത് നാട്ടിലാണോ ഉള്ളത് അവിടെ അവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നതാണ്. അതാണ് നിയമം. ഗൾഫിലുള്ള മകനെ, ഗൾഫിലുള്ള ഭർത്താവിനെ, ഗൾഫിലുള്ള പേരക്കുട്ടിക്ക് അല്ലെങ്കിൽ ഗൾഫിലുള്ള മരുമക്കളുടെ ഫിത്ർ സക്കാത്ത് നാട്ടിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ കൊടുത്താൽ അത് ശരിയാവില്ല. ഇത് ശാഫിഈ മദ്ഹബാണ് പറയുന്നത്. എന്ത് ചെയ്യുക? എവിടെയാണോ താമസിക്കുന്നത്, ഞാനിപ്പോൾ എറണാകുളത്താണുള്ളത്, ഞാൻ എറണാകുളത്ത്, എൻ്റെ വീട് ആലപ്പുഴയിലാണ്, ഞാൻ എറണാകുളത്താണ്, ഞാൻ എന്ത് ചെയ്യുക? എറണാകുളത്ത് ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ പള്ളിയുടെ പരിസരത്താണ് എൻ്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കേണ്ടത്. അല്ലാതെ ആലപ്പുഴയിലുള്ള എൻ്റെ വീട്ടിലല്ല, എൻ്റെ വീടിൻ്റെ പരിസരത്തല്ല എൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. എൻ്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കേണ്ടത് ഞാൻ താമസിക്കുന്ന, ഞാനിപ്പോൾ നിലവിലുള്ള എറണാകുളത്താണ് കൊടുക്കേണ്ടത്. ഞാൻ ജീവിക്കുന്ന ആ ഒരു നാട്ടിലാണ് കൊടുക്കേണ്ടത്. അതാണ് അതിൻ്റെ നിയമം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, എന്താണ് കൊടുക്കേണ്ടത്, ആരാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എന്താണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. നാട്ടിലെ മുഖ്യമായ ഭക്ഷണമാണ്. നാട്ടിലെ മുഖ്യമായ ഭക്ഷണം, അതായത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ അരിയാണ്. അരി ഏതുമാവട്ടെ, അത് ജയാരിയാവട്ടെ, അതുപോലെ കുത്തരിയാവട്ടെ, ചാക്കരിയാവട്ടെ, എന്തരിയാണെങ്കിലും സുരേഖരിയാവട്ടെ, എന്തരിയാണെങ്കിലും അരിയാവുക
അതായത് നാട്ടിൽ നമ്മൾ കഴിക്കുന്ന മുഖ്യമായ ഭക്ഷണം അതാണ് കൊടുക്കേണ്ടത്. ഇനി ഉത്തരേന്ത്യയിലേക്ക് സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് മുഖ്യമായ ഭക്ഷണം ഗോതമ്പാവാം, അല്ലെങ്കിൽ ചോളമാവാം. എന്താണോ ഏത് നാട്ടിൽ നമ്മൾ താമസിക്കുന്ന നാട്ടിൽ എന്താണോ മുഖ്യമായ ഭക്ഷണം അതാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, കിതാബിൽ വ്യക്തമായി കാണാം, ഫതുഹുൽ മുഈനിലും ഉംദയിലും ഒക്കെയുണ്ട്, എന്ത് ലാ തുജ്സിഉ ഖീമത്തുൻ. പല ആളുകളും ചോദിക്കുന്നതാണ്, ഉസ്താദ് ഇപ്പോൾ അരി ഇപ്പോൾ ഒരുപാട് കിട്ടുമല്ലോ, ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അരി വാങ്ങുന്ന ആൾ അതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകും, അയൽവക്കത്തെ വീട്ടിൽ നിന്നുണ്ടാകും, എല്ലാവർക്കും അരി കിട്ടും, അരി ഇഷ്ടം പോലെ ഉണ്ടാകും, പക്ഷേ ഇല്ലാത്തത് കാശാണ്, അതുകൊണ്ട് കാശായിട്ട് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മളത് കേൾക്കുമ്പോൾ നമ്മളത് ചിന്തിക്കുമ്പോൾ ശരിയാണല്ലോ, കാരണം അരി ഇഷ്ടം പോലെ ഉണ്ടാകും, പൈസയല്ലേ ഇല്ലാത്തത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങൾ ഒരുപാട് നമുക്ക് മാറ്റേണ്ടി വരും. വുളു മുറിയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഔറത്തിൽ സ്പർശിക്കുക. ഷാഫിഈ മദ്ഹബ് ഔറത്തിൽ സ്പർശിക്കുക. അതുപോലെ കീഴ്വായ പോയാലൊക്കെ വുളു മുറിയും. നമ്മളൊന്ന് ചിന്തിക്കും, ഔറത്തിൽ സ്പർശിച്ചാൽ നമ്മുടെ കൈ കഴുകിയാൽ പോരെ, അല്ലെങ്കിൽ കീഴ്വായി പോയാൽ മൂത്രമൊഴിച്ചാൽ മലമൂത്ര വിസർജനം ചെയ്താൽ അവിടെ നമ്മൾ ശുദ്ധിയാക്കിയാൽ പോരെ, പിന്നെ എന്തിനാണ് വുളു എടുക്കുന്നത്? ഇപ്പോൾ നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ കൈകാലുകളിലോ വുളുവിൻ്റെ അവയവങ്ങളിൽ ഒന്നും സ്പർശിക്കാതെയാണ് നമ്മുടെ മലമൂത്ര വിസർജനം പോകുന്നത്. അപ്പോൾ മലമൂത്ര വിസർജനത്തിൻ്റെ സമയത്ത് ആ ഭാഗത്തുകൂടി പോകുന്ന നജസ്സിന് വുളു എന്തു ചെയ്തു, പിന്നെന്തിനാ വുളു എടുക്കുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായി ചോദിച്ചേക്കാം. എന്നാൽ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുഫ, അതായത് തണുപ്പുള്ള സമയത്തൊക്കെ ധരിക്കുന്ന ഷോക്സ് പോലെയുള്ള ഒരു വസ്തുവാണ് ഹുഫ എന്ന് പറയുന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ധരിക്കാറുണ്ട്. ഉംറക്ക് പോയിട്ടുള്ള, ഹജ്ജിന് പോയിട്ടുള്ള ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ അറിയാം. ഹുഫ ധരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വുളു എടുക്കുന്ന സമയത്ത് അവൻ കാല് കഴുകണ്ട, തടവിയാൽ മതി. ഹുഫയുടെ മുകളിലൂടെ തടവിയാൽ മതി. എങ്ങനെയാ? ഹുഫയുടെ മുകളിലൂടെയാണ് തടവേണ്ടത്. വെള്ളം എടുത്ത് കുടഞ്ഞിട്ട് ഹുഫയുടെ മുകളിലൂടെയാണ് തടവേണ്ടത്. നമ്മൾ ചിന്തിക്കും, എന്തിനാ ഹുഫയുടെ മുകളിൽ തടവുന്നത്? താഴെയല്ലേ നമ്മൾ നടന്നു പോകുന്ന ആ ഭാഗത്തല്ലേ അഴുക്കുകൾ ഉണ്ടാകുന്നത്, ആ ഭാഗത്തല്ലേ കഴുകി വൃത്തിയാക്കേണ്ടത്, അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ദീൻ പറയുന്നത് ഹുഫയുടെ മുകളിലൂടെ തടവാനാണ്. വുളു മുറിഞ്ഞ സമയത്ത് വീണ്ടും മുഖം കഴുകാനാണ്. മുഖം കൊണ്ട് നമ്മൾ വുളു മുറിയുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല, എന്നാലും വുളു മുറിഞ്ഞാൽ മുഖം കഴുകുക, കൈകാലുകൾ കഴുകുക. ഇതെന്ത് ലോജിക്കാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. ലോജിക്ക് ചിന്തിച്ചാൽ വിശുദ്ധമായ ദീൻ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് പറയട്ടെ, ലാ തുജ്സിഉ ഖീമത്തുൻ, വില കൊടുത്താൽ മതിയാവില്ല. വില കൊടുത്താൽ മതിയ, പൈസയല്ല കൊടുക്കേണ്ടത്, അരിയായിട്ട് തന്നെ കൊടുക്കണം. ഗോതമ്പാണെങ്കിൽ ഗോതമ്പായിട്ട് തന്നെ കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് ന്യൂനതയുണ്ടാവാൻ പാടില്ല. റേഷനരി കുറേ പുഴുവും അതുപോലെ തന്നെ പ്രാണികളൊക്കെ ഉള്ള റേഷനരി വീട്ടിൽ കുറച്ചിരിപ്പുണ്ട്, അതെടുത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒഴിവായം ചെയ്യും, ഫിത്ർ സക്കാത്ത് കൊടുത്തതായി എന്നാവുകയും ചെയ്യും. ഒരിക്കലും പാടില്ല. 1 രൂപ കൊടുത്താൽ 2 രൂപ കൊടുത്താൽ ഇന്ന് സുലഭമായി നമുക്ക് എന്ത് കിട്ടും? റേഷനരി കിട്ടും. ആ റേഷനരിയിൽ ഒരുപാട് പുഴുക്കളുണ്ടാകും. അല്ലെങ്കിൽ ഇനി ഇല്ലെങ്കിൽ തന്നെ റേഷനരി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതെന്താ, ഒരു കുറഞ്ഞ അരിയാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതും, അല്ലെ? എല്ലാവരും അങ്ങനെയാണ്, കുറഞ്ഞ അരിയാണ്, ലോക്കലായിട്ടുള്ള അരിയാണ് എന്ത്, റേഷനരി. അതുകൊണ്ട് റേഷനരി ആരും കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളാണെങ്കിലോ, നമ്മൾ നല്ല സുരേഖ അരിയും നല്ല കുത്തരിയും നല്ല വില കൂടിയ ജയ അരിയൊക്കെ അതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ചോറായിട്ട്. പക്ഷെ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ 1 രൂപക്ക് 2 രൂപക്ക് കിട്ടുന്ന ഈ റേഷനരി കൊടുത്താൽ ശരിയാകാതെയൊന്നുമില്ല, ശരിയാകും. പക്ഷേ കൊടുക്കുന്നതിനൊരു മാന്യതയുണ്ടല്ലോ. ചില ആളുകൾ റമദാൻ ആകുമ്പോൾ പല വീടുകളിലേക്കും പള്ളികളിലേക്കും ഈത്തപ്പഴം കൊടുക്കാറുണ്ട്. ഈത്തപ്പഴം കൊടുക്കുന്ന സമയത്ത് വെറും ലോക്കലായിട്ടുള്ള ഈത്തപ്പഴം നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായ മാന്യതയിൽ കൊടുക്കണം. എന്നാലേ പടച്ചവൻ നമുക്ക് അതിൻ്റെ മാന്യതയിൽ നമുക്ക് പ്രതിഫലം നൽകും. പടച്ചവൻ തരുന്ന പ്രതിഫലം നൽകാതിരിക്കില്ല, പ്രതിഫലം തരും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് എത്രമാത്രം മൂല്യമുണ്ടോ അതിനനുസരിച്ച് മൂല്യമുള്ള പ്രതിഫലമാണ് അള്ളാഹ് നമുക്ക് നൽകുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? കൊടുക്കുന്ന സമയത്ത് ന്യൂനതയില്ലാതെ. ചില ആളുകൾ നനഞ്ഞതൊക്കെ കൊടുക്കും. വീട്ടിൽ ചായ്പിലിരുന്ന് നനഞ്ഞ അരിയൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. അതൊന്നും പറ്റില്ല. എന്താ കൊടുക്കേണ്ടത്? നല്ല അരി തന്നെ കൊടുക്കുക, വില കൂടിയ അരി തന്നെ കൊടുക്കുക. കാരണം ഇതൊക്കെ നമുക്ക് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് ചിന്ത വേണം. നമ്മൾ പിടിച്ച ആ നോമ്പിലുള്ള ന്യൂനതകൾ പരിഹരിക്കാനാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലാതെ നമ്മുടെ ഒരു ബാധ്യതയായിട്ടല്ല. ഇത് നമ്മുടെ ആഖിറമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് നല്ല അരി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി കൊടുക്കേണ്ട അളവ് എത്രയാണ്? മഹാന്മാർ പറയുന്നു കിതാബുകളിൽ, കൊടുക്കേണ്ട അളവ് 1 സ്വാ ആണ്. 1 സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. 1 മുദ്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം, ഇവിടെ ഫുള്ള് നമുക്ക് കറക്റ്റായിട്ട് ഇന്ന അരി ഇന്ന കിലോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല.
ഏകദേശ കണക്കേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 600 അല്ലെങ്കിൽ 650 ഗ്രാമാണ്. അതാണ് ഏകദേശ കണക്ക്. പിന്നെ ഓരോ അരിക്കനുസരിച്ച് നമുക്ക് അളവിൽ വ്യത്യാസം വരും. ചിലപ്പോൾ ഉണ്ടരി ഉണ്ടാകും, നീളത്തിലുള്ള അരി ഉണ്ടാകും, കനം കുറഞ്ഞ അരി ഉണ്ടാകും, കനം കൂടിയ അരി ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അളവിൽ തൂക്കത്തിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. എന്നാലും ഏകദേശം പറയപ്പെടുന്നത് 2.5 കിലോ, 2,600 ചിലപ്പോൾ വരും. അങ്ങനെ പല പല അളവിൽ വരാറുണ്ട്. അപ്പോൾ ഒരു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് അളവായിട്ട് തന്നെ അങ്ങനെ കൊടുക്കാൻ നിൽക്കണ്ട. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് കൊടുത്താൽ പടച്ചവൻ എന്ത് ചെയ്യും? നമ്മൾ പിടിക്കുന്ന നോമ്പിലൊക്കെ കറക്റ്റായിട്ടായിരിക്കും പ്രതിഫലം നൽകുക. അങ്ങനെ നൽകാൻ നിന്നാൽ നമുക്കൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ഓശാരമായിട്ട് നമുക്ക് പ്രതിഫലം നൽകണം. ആ ഒരു നെയ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ മാന്യമായിട്ട് കൊടുക്കുക. 3 കിലോ കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടാകും, ഒക്കെ കൊടുത്തേക്കുക. കാരണം എന്തെങ്കിലും ഒരു ന്യൂനത അതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അളവിൽ വ്യത്യാസം വന്നു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് പരിഹരിക്കപ്പെടട്ടെ. അതുകൊണ്ട് ചെയ്യുക, കുറഞ്ഞു പോവാതെ കൂടുതൽ എത്ര വേണമെങ്കിലും കൊടുക്കാം. അളവ് നമ്മൾ പറഞ്ഞു. ഇനി ആർക്കാണ് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? ചില ആളുകൾ ഈ ഫിത്ർ സക്കാത്ത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി മകൻ, മകള്, മകൻ, ജ്യേഷ്ഠൻ, അനുജൻ, ജ്യേഷ്ഠൻ, ഈ 4 വീട് ഇങ്ങനെ കറങ്ങി കൊടുക്കും. അങ്ങനെ കൊടുക്കൽ കൊണ്ട് ഒരുപക്ഷെ ശരിയാകുമായിരിക്കാം. എന്നാലും കൊടുക്കേണ്ടതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം സക്കാത്ത് വാങ്ങാൻ അർഹരായ ആരുണ്ടോ അവരാണ്. സക്കാത്ത് വാങ്ങാൻ അർഹരോ? ഫക്കീർമാരുണ്ട്, മിസ്കീന്മാരുണ്ട്, കടം കൊണ്ട് വലഞ്ഞവർ, പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ. ഈ പറഞ്ഞ ആളുകളാണ് നമ്മുടെ നാട്ടിൽ സക്കാത്തിന് അർഹരായിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ സക്കാത്തിൻ്റെ വിഹിതം പിരിക്കുന്നതിന് വേണ്ടി പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ചില ആളുകൾ മുമ്പ് പറഞ്ഞതുപോലെ ഫിത്ർ സക്കാത്ത് പുറത്തേക്ക് പോവാതിരിക്കാൻ അമ്മായി മാമാമാർ, എളിയമ്മ മൂത്താപ്പ കൊച്ചാപ്പന്മാർ പരസ്പരം അങ്ങനെ കൊടുക്കാറുണ്ട്. കൊടുക്കുന്നത് കൊണ്ട് അവിടെ തടസ്സമില്ല. പക്ഷേ അത് അർഹരാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ അയൽവക്കത്തെ വീട്, നേരെ ഓപ്പോസിറ്റുള്ള വീട്, പുറകിലുള്ള വീട്, വലതുവശത്തുള്ള വീട്, ഇങ്ങനെ പിന്നെ ആ സക്കാത്ത് അവിടെ തന്നെ ഒതുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അർഹരായ പല ആളുകളെയും നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്. അവിടെയാണ് പ്രശ്നം. നമ്മൾ കൊടുക്കുമ്പോൾ മാന്യമായിട്ട് കൊടുക്കുക. ആർക്ക് കൊടുക്കുക? അർഹരായ ആളുകൾക്ക് കൊടുക്കുക. ഇത് മകൻ മകൾക്ക്, മകൾ മകനിക്ക്, അതുപോലെ കൊച്ചാപ്പ മൂത്താപ്പ എളീമ, അവർ പരസ്പരം കൊടുക്കുന്നു. അവർ ഒരുപക്ഷെ അതിൽ പല ആളുകളും സക്കാത്ത് വാങ്ങാൻ, ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അർഹരല്ലാത്ത ആളുകളാണ്. നല്ല ഒരു ഇവിടെ പറഞ്ഞ ഫക്കീറുമല്ല, മിസ്കീനുമല്ല, കടം കൊണ്ട് വലഞ്ഞ ആളുകളുമല്ല, ഒന്നുമല്ല. പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ആരുമല്ല. പക്ഷേ ഈ സക്കാത്ത് കൊടുത്തു എന്ന് വരുത്തിക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ അർഹരായ ആളുകളെ വിസ്മരിച്ചു പോകുന്നു. അതുണ്ടാവാൻ പാടില്ല. നമുക്ക് ആ സ്നേഹമുണ്ടാകുന്നതിനും കുടുംബബന്ധം കൂട്ടി ഇണക്കുന്നതിനുമൊക്കെ നമ്മുടെ അയൽവാസികൾക്കും അതുപോലെ കുടുംബക്കാർക്കും ഒക്കെ കൊടുക്കാം. അങ്ങനെ തന്നെ കൊടുക്കലാണ് ഏറ്റവും അഫ്സൽ. പക്ഷേ അർഹരായ ആളുകളെ നമുക്ക് കണ്ടുപിടിച്ച് വേണം കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാണ്? എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ പറഞ്ഞു തരാം. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാണ്? അയാൾക്ക് ഒരു ദിവസം 100 രൂപ ആവശ്യമുണ്ട്. അയാളുടെ കയ്യിൽ 50 രൂപയേ ഉള്ളൂ. 50 രൂപ കൂടി വേണം. ഇതാണ് ആര്? ഫക്കീർ എന്ന് പറഞ്ഞാൽ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരാൾക്ക് 100 രൂപ ആവശ്യമുണ്ട്. പക്ഷേ അയാളുടെ കയ്യിൽ 90 രൂപയുണ്ട്. 10 രൂപയുടെ കൂടെ ആവശ്യമുണ്ട്. ഇതാണ് ആര്? മിസ്കീൻ. അപ്പോൾ ഫക്കീർ, മിസ്കീന്, അതുപോലെ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ, 10 ലക്ഷം കടം, 100 ലക്ഷം കടം, അല്ലെങ്കിൽ 50,000 കടം, എത്രയാണോ കടം. കടം എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ കടമാണെങ്കിൽ തന്നെ അത് കടമാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരം കൊടുക്കാം. പക്ഷേ അർഹരായ ഒരുപാട് പേര് 10 ലക്ഷവും 10,000-ഉം 50,000 ഒക്കെ കടമുള്ള ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവരെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക്, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, പുതുതായിട്ട് വന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഒരുപാട് നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ടാകും. അപ്പോൾ അവർക്കും എത്തിച്ചു കൊടുക്കുക. ഇനിയോ, നമ്മുടെ നാട്ടിൽ അർഹരായ ആരുമില്ല. എല്ലാവരും പണക്കാരാണ്. എല്ലാവരും സക്കാത്ത് കൊടുക്കാൻ അർഹരാണ്, വാങ്ങാൻ അർഹരല്ല. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ആ നാട്ടിൽ നിന്നും നീക്കം ചെയ്യപ്പെടാൻ പറ്റുകയുള്ളൂ. അതിനുള്ള അവസരം ഉണ്ടാവില്ല. കാരണം ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ ഈ പറയപ്പെട്ട സക്കാത്തിന് അർഹരായ ആരെങ്കിലും ഉണ്ടാകും. അവരെ കണ്ടുപിടിച്ച് തേടി നമ്മൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ, ഞങ്ങളുടെ അടുക്കൽ ഒരുപാട് അമുസ്ലിമീങ്ങളായ സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാമോ? അവർക്ക് ഫിത്ർ സക്കാത്ത് നമുക്ക് കൊടുക്കാൻ പാടില്ല. ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കാൻ പാടില്ല. കാരണം അതൊരു ഇബാദത്താണ്. മറിച്ചോ അവർക്കൊരു ഹദിയയായിട്ട്, ഒരു സമ്മാനം എന്ന നിലക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ സമ്മാനമായിട്ട് നമ്മൾ അവർക്ക് കൊടുത്താൽ തന്നെ അത് നമ്മുടെ ഫിത്ർ സക്കാത്തായിട്ട് വീടുകയൊന്നുമില്ല.
ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അർഹൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ മുസ്ലിം ആവണമെന്ന ഷർത്താണ്. ഇത് നമ്മുടെ ആരാധനയുമായി ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് കൊടുത്താലാണ് ഫിത്ർ സക്കാത്തായിട്ട് വീടുകയുള്ളൂ. നമ്മുടെ അയൽപക്കത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാർക്ക് കൊടുക്കാം. പക്ഷെ അവർക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? അതൊരു ഹദിയയായിട്ട്, ഒരു സമ്മാനമാണ്, ഒരു സ്വതക്കയാണ് എന്ന നിയത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ആ സ്വതക്കയുടെ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അതായത് ഫിത്ർ സക്കാത്ത് ഒരു വീട്ടിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ 4 പേർക്കും കൂടി 2.5 കിലോ വെച്ചോ അല്ലെങ്കിൽ 600 വെച്ചോ ഏകദേശം 11 കിലോ വരുമെന്ന് വെക്കുക. അപ്പോൾ ഈ 11 കിലോ അരി നമ്മൾ എന്ത് ചെയ്യുക? അത് 11 കിലോ ഒരേ വീട്ടിലേക്ക് കൊടുക്കാതെ, ഒരു വീട്ടിലേക്ക് തന്നെ കൊടുക്കാതെ, ആ 4 പേരുടെ അരിയും 4 വീട്ടിലേക്ക് കൊടുത്താൽ അത്രമാത്രം ആ ഫിത്ർ സക്കാത്ത് വ്യാപിക്കും. അതാണ് ഏറ്റവും ഖൈറ്. ഇനിയോ ആ ഒരു വീട്ടിൽ തന്നെ ഉള്ള ആളുകൾ ഏറ്റവും അർഹരാണെങ്കിൽ ആ 11 കിലോയും ആ വീട്ടുകാർക്ക് തന്നെ കൊടുക്കാം. അതിനേക്കാൾ നല്ലത് ആ 4 പേരുടെയും അരി 4 വീടുകളിലേക്ക് കൊടുക്കലാണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക്കായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. പല ആളുകളും ഫിത്ർ സക്കാത്ത് എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചാടി വീഴും. കാരണം അരി കൊടുത്താൽ മതിയല്ലോ. പക്ഷേ സക്കാത്ത്, സമ്പത്തിൻ്റെ സക്കാത്ത് അത് കേൾക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ അത് പ്ലേ ചെയ്യുകയില്ല. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഉസ്താദ് സംസാരിച്ചാൽ ആ സദസ്സിൽ പോലും ഇരിക്കില്ല. ഇനി ഇരുന്നാൽ തന്നെ അതൊന്നും മൈൻഡ് ചെയ്യില്ല. ഇതൊന്നും എനിക്കുള്ളതല്ല, ഇതൊക്കെ എൻ്റെ നാട്ടിലുള്ള ഏതോ വലിയ മുതലാളിക്കുള്ളതാണ് എന്ന ചിന്തയിലിരിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഒരു വർഷം 595 ഗ്രാം വെള്ളിയുടെ പണം, ഏകദേശം ഇന്നത്തെ കണക്ക് ഒരു 42,000 രൂപ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു വർഷമായിട്ട് ഡെപ്പോസിറ്റായി ഉണ്ട്, അവൻ്റെ അക്കൗണ്ടിലുണ്ട്, അവൻ്റെ കയ്യിലുണ്ട്, അവൻ ലോക്കറിൽ വെച്ചിരിക്കുന്നു. എന്നാൽ ആ 42,000 രൂപയുടെ 2.5% ഒരു വർഷം പൂർത്തിയായാൽ അവൻ സക്കാത്ത് കൊടുക്കണം. 42,000 രൂപ ഒരു വർഷം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും, ഇല്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുടെ കയ്യിലും ഈ 42,000 രൂപയൊക്കെ ഒരു വർഷമായിട്ട് നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ഗൗരവമുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ അഖീമുസ്സലാ വആത്തുസ് സക്കാ എന്ന് നിസ്കാരത്തിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത് നോമ്പിനെയല്ല, ഹജ്ജിനെയല്ല, ഖുർആനോദാനല്ല, സക്കാത്തിൻ്റെ കാര്യമാണ്. സക്കാത്ത് നിസ്കാരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യമാണ് എന്ത്? സക്കാത്ത്. സക്കാത്ത് കൊടുക്കാത്തവൻ്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, അവൻ്റെ നോമ്പും പടച്ചവൻ സ്വീകരിക്കില്ല, അവൻ്റെ ഒരു അവനും സ്വീകരിക്കില്ല. കാരണം അവൻ ഹറാമായ പൈസ കൊണ്ടാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്. ആ കഴിക്കുന്ന ഹറാമായ ഭക്ഷണം കൊണ്ടാണ് അവൻ നിസ്കരിക്കുന്നത്. എങ്ങനെ അവൻ്റെ മറ്റ് ഇബാദത്തുകൾ ശരിയാകും? അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആഭരണത്തിൽ സക്കാത്തുണ്ട്. 10.5 പവനിൽ കൂടുതൽ, ഏകദേശം കണക്കാണ്, 10.5 പവൻ നമ്മൾ വെക്കാം. കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങളുടെ അലമാരിയിലോ ലോക്കറിലോ ഒക്കെയായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ആ സ്വർണത്തിലും സക്കാത്തുണ്ട്. 2.5% അത് സ്വർണമായിട്ട് തന്നെ കൊടുക്കണമെന്നാണ് ഷാഫിഈ മദ്ഹബ്. അത് പിന്നെ ഹനഫിക്കാരായ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം കേട്ടോളി, നിങ്ങൾ 10.5 പവനിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, 10.5 പവൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിക്കുന്നതിലും എന്തുണ്ട്? സക്കാത്തുണ്ട്. ഷാഫിഈ മദ്ഹബുകാരായ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുന്ന സ്വർണത്തിൽ, അത് 10.5 പവനിൽ കൂടുതൽ ഉണ്ടാവട്ടെ കുറവാവട്ടെ, ഉപയോഗിക്കുന്നതിൽ സക്കാത്തില്ല. ഉപയോഗിക്കാതെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള, കാരണം ഇപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ കെട്ടിച്ചു വിടുമ്പോൾ 100 പവനും 50 പവനൊക്കെയാണ് കെട്ടിച്ചു കൊടുത്തു വിടുന്നത്. ആ സമയത്ത് അവരെ ധരിക്കുമ്പോൾ 1, 2 അല്ലെങ്കിൽ 3, 4 വളയിടും. അതൊക്കെ എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു 9 പവൻ അല്ലെങ്കിൽ 10 പവൻ കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരു 15 പവൻ. ബാക്കി എവിടെയാ? അലമാരിയിൽ വെച്ചിരിക്കുകയാണ്, അലമാരിയിൽ ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. അത് ഒരു വർഷമായിട്ടും ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ 2.5% സക്കാത്തുണ്ട്. സക്കാത്ത് വളരെ ഗൗരവമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സക്കാത്ത് കൊടുക്കാത്ത ഉമ്മമാരെ അവരാ സ്വർണം ഇങ്ങനെ കൂട്ടി വെക്കും. എന്താ അവസാനം എന്താ സംഭവിക്കും? ആഖിറത്തിലേക്ക്, ഖബറിലേക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവില്ല. നമ്മൾ കൃത്യമായി സക്കാത്ത് കൊടുത്താൽ, അപ്പോൾ ചോദിക്കും, ഉസ്താദ് ഈ സക്കാത്ത് കൊടുക്കുമ്പോൾ അത്രയും സ്വർണം കുറയുമല്ലേ? നമ്മുടെ നോട്ടത്തിൽ കുറയുമെങ്കിലും അത് നമ്മുടെ സ്വർണത്തിൻ്റെ വളർച്ചയ്ക്ക്, അഥവാ അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകാനുള്ള ഒരു കാരണമാണ്. നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. അതായത് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവനാണോ എങ്കിൽ അവൻ്റെ ആ സക്കാത്തിൽ, ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വർണത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും, അത് വർദ്ധിപ്പിച്ച് തരുമെന്ന ഒരു ബോധ്യം, ആ ഒരു ഈമാൻ നമുക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഉണ്ടാവണം. ഞാൻ കൊടുക്കുന്ന ഈ സക്കാത്ത് എൻ്റെ സമ്പത്തിൽ നിന്നും കുറഞ്ഞു പോവല്ലോ, ശോടാ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ പിന്നെ അത് കുറഞ്ഞു തന്നെ ഇരിക്കും.
എന്നാൽ ഇത് കൊടുക്കും തോറും എനിക്ക് അള്ളാഹു വർദ്ധിപ്പിച്ച് തരും എന്ന നല്ല ഈമാനോടെ വിശ്വാസത്തോടെ കൊടുത്താലാണ് അള്ളാഹു താല നമ്മുടെ സമ്പത്തിൽ സക്കാത്ത് കൊണ്ട് ബറക്കത്ത് നൽകുക. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ഒരുപാട് യത്തീം കുട്ടികളുടെ കല്യാണം ഉണ്ടാകും. അതുപോലെ തന്നെ പാവപ്പെട്ട മിസ്കിന്മാരുടെ നമ്മളിപ്പോൾ പറഞ്ഞ ഫക്കീർമാരുടെയൊക്കെ മക്കളുടെ കല്യാണം ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ സക്കാത്തിൻ്റെ വിഹിതമായ 2.5% കണക്കാക്കി ആ സ്വർണം അതെന്ത് ചെയ്യുക, ആഭരണമായിട്ട് തന്നെ മോതിരമായിട്ടോ വളയായിട്ടോ കമ്മലായിട്ടോ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കൊയിനായിട്ടും കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്യുക, ആ സക്കാത്തിൻ്റെ വിഹിതമാണെന്ന് പറഞ്ഞ് അവർക്ക് കൊണ്ടേ കൊടുക്കുക. അത് വളരെയധികം അവർക്ക് ഉപകാരപ്പെടും. നമ്മുടെ സക്കാത്തിൻ്റെ വിഹിതം അത് വീടുകയും ചെയ്യും. അർഹരായ ആളുകളാവണം, അർഹരായ ആളുകൾക്ക് കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തില്ല എങ്കിൽ വമ്പൻ നഷ്ടം വരും. എങ്ങനെയാ, ആ സ്വർണം മുഴുവനും വിറ്റ പൈസ നമ്മൾ എവിടെ കൊടുക്കേണ്ടി വരും, ഹോസ്പിറ്റലിൽ കൊടുക്കണം. അങ്ങനെ എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകൾ അനുഭവം പറഞ്ഞിരിക്കുന്നു. ഉസ്താദെ, കൃത്യമായി സക്കാത്ത് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാവില്ല. സക്കാത്തൊക്കെ പിടിച്ചു വെച്ചാൽ നമുക്ക് വളരെയധികം രോഗങ്ങൾ അള്ളാഹു നൽകും, ഒരുപാട് പ്രയാസങ്ങൾ. കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന, സ്വതക്ക കൊടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ഷറുകളും അള്ളാഹു തട്ടിമാറ്റുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് സക്കാത്ത് അത് ഉമ്മമാർ തന്നെ, നിങ്ങൾ തന്നെ, കാരണം സ്വർണ്ണമൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങളുടെ കയ്യിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് പോലും നിങ്ങളുടെ ഭർത്താവിന് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ സ്വർണ്ണത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് അതിൻ്റെ സക്കാത്ത് എത്രയാണോ അത് 2.5% കണക്കാക്കി പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അള്ളാഹു തആല മറ്റൊരു രൂപത്തിൽ നമ്മുടെ ആ സമ്പത്തിനെ നശിപ്പിച്ച് കളയും. അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പോൾ ഒരുപാട് പേര് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് പലവിധ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലൊന്നാമതായി ഒരു സഹോദരൻ ചോദിച്ചത്, നോമ്പ് പിടിക്കാത്ത ചെറിയ മക്കളുണ്ട് വീട്ടിൽ, 6 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ള മക്കളുണ്ട്, അവർക്ക് കൊടുക്കണോ? അതായത് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കാണെന്ന് വെച്ചാൽ, പെരുന്നാൾ ദിവസത്തിൻ്റെ രാവിലെ, ഇന്ന് പെരുന്നാളാണെങ്കിൽ ഇന്ന് മഗ്രിബിന് ശേഷം, മഗ്രിബിനാണല്ലോ നമ്മൾ പെരുന്നാളാണോ അല്ലയോ എന്ന് അറിയുന്നത്, ആ മഗ്രിബ് കഴിഞ്ഞ് ഒരു കുട്ടി ജനിച്ചു എങ്കിൽ ആ കുട്ടിക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. എന്നാൽ ആ 30 നോമ്പ് 30ാമത്തെ നോമ്പിൻ്റെ അസറിന് ശേഷം ഒരു കുട്ടി ജനിച്ചു, 30ാമത്തെ നോമ്പിൻ്റെ അസറിന് ശേഷം ഒരു കുട്ടി ജനിച്ചു, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചത് എപ്പോഴാണ്, പെരുന്നാൾ ആണെന്നറിഞ്ഞു, 30ാമത്തെ നോമ്പ് കഴിഞ്ഞ് ആ മഗ്രിബ് ബാങ്ക് വിളിച്ച് തൊട്ടു ഉടനെ തന്നെ ഒരു കുട്ടി ജനിച്ചു എങ്കിൽ ഇവർക്ക് 2 പേർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഒന്നുകൂടെ പറയാം, പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പ് 30ാമത്തെ നോമ്പിൻ്റെ അസറിന് ശേഷം ഒരു കുട്ടി ജനിച്ചു എങ്കിൽ ആ കുട്ടിക്ക് ഫിത്ർ സക്കാത്ത് വേണം, നിർബന്ധമാണ്, ആ കുട്ടിക്കും കൊടുക്കണം. അത് മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്നാൽ മഗ്രിബ് ബാങ്ക് വിളിച്ച് ഒരു ഇശായിനോടൊക്കെ അടുത്ത സമയത്താണ് ഒരു കുട്ടി ജനിച്ചതെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് കൊടുക്കണ്ട. മഗ്രിബ് ബാങ്കിന് തൊട്ട് മുമ്പോ തൊട്ട് ശേഷമോ ജനിച്ച കുട്ടിക്ക് എന്ത് ചെയ്യണം, ഫിത്ർ സക്കാത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ മരിച്ച ആൾക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. കാരണം ഇങ്ങനെ കൊടുക്കണമെന്ന് പറയുന്നത്, റമളാൻ കിട്ടിയ ഒരാൾ, അതായത് റമളാൻ 30ാമത്തെ നോമ്പിന് അസറിന് ശേഷമാണ് ഒരു കുട്ടി ജനിച്ചതെങ്കിലും അവനിക്ക് എന്ത് കിട്ടി, റമളാൻ കിട്ടി. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ദിവസം മരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്കും എന്ത് കിട്ടി, റമളാനിൻ്റെ നോമ്പ് അവൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ റമളാനിൽ അവൻ ജീവിച്ചിട്ടുണ്ട്. ആ ഒരു കാരണത്താൽ ഇവനിക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അർഹനാണെങ്കിൽ ഇവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ 6 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ള നമ്മുടെ വീട്ടിലെ മക്കൾ, അവർക്ക് ഏതായാലും റമളാനിലൂടെയല്ലേ കടന്നു പോകുന്നത്, അതുകൊണ്ട് അവരുടെയും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അവരുടെ ചിലവ് ആരാണോ നോക്കുന്നത്, മാതാപിതാക്കൾ, അവരാണ് ഈ കുട്ടികളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. മറ്റൊരു ചോദ്യം, നീയത്ത് എങ്ങനെ എപ്പോൾ പറയണം? അതായത് നീയത്ത് സാധാരണ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് നീയത്ത് കരുതേണ്ടത്? ഫിത്ർ സക്കാത്തിൻ്റെ അരി നമ്മളിങ്ങനെ അളന്നെടുക്കുന്ന സമയം, നമ്മൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ അയാളിങ്ങനെ അളക്കുമല്ലോ, ആ കടക്കാരനിങ്ങനെ അളക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കരുതുക, ഇതെൻ്റെ ഫിത്ർ സക്കാത്താണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഫിത്ർ സക്കാത്ത് അർഹനായ ആൾക്ക് കൊടുക്കുന്ന സമയത്ത് മനസ്സിൽ കരുതുക, അള്ളാഹുവേ ഇതെൻ്റെ ഫിത്ർ സക്കാത്താണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഭാര്യയുടെ ഫിത്ർ സക്കാത്താണ്, ഇതെൻ്റെ ഉമ്മയുടെ ഫിത്ർ സക്കാത്താണ്. അങ്ങനെ കരുതി കൊടുക്കുക. അപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. നാവ് കൊണ്ട് പറയലും നല്ലതാണ്, മനസ്സിൽ ഏതായാലും നമ്മുടെ നിയ്യത്ത് ഉണ്ടാവണം. പിന്നെ മറ്റൊരു സഹോദരൻ ചോദിച്ചത്, എൻ്റെ പിതാവിന് ജോലി ചെയ്യാൻ കഴിയുമെങ്കിലും ജോലിക്ക് പോവില്ല, നിർധരനായ അദ്ദേഹത്തിൻ്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കണോ? അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത് ഈ പിതാവിൻ്റെ ചിലവും വഹിക്കുന്നത് ഇദ്ദേഹമാണ് എന്നാണ് മനസ്സിലായത്.
അങ്ങനെയാണെങ്കിൽ ഈ പിതാവിൻ്റെ മരുന്നാവട്ടെ ഭക്ഷണമാവട്ടെ അതിൻ്റെയൊക്കെ ചെലവ് കൊടുക്കുന്നത് ഈ മകനാണ്. ഈ മകനാണെങ്കിൽ ഈ മകനാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പിതാവിൻ്റെയും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. പെരുന്നാൾ ദിവസത്തെ ചിലവിന് വകയില്ലാത്ത അദ്ദേഹത്തിൻ്റെ പിതാവ്, ആ പിതാവിൻ്റെ അന്നത്തെ ചെലവിൻ്റെ ബാധ്യത ആ മകൻ്റെ മേലാണ്. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് മകൻ്റെ മേലാണ്. ആ വാപ്പയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. അത് ശ്രദ്ധിക്കുക. പിന്നെ ചോദിച്ചത് ഫിത്ർ സക്കാത്തായിട്ട് അരിപ്പൊടി കൊടുത്താൽ മതിയോ? കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ മുഖ്യമായ ഭക്ഷണമാണ് പത്തിരിയും ചപ്പാത്തിയൊക്കെ. അതുകൊണ്ട് ഈ പത്തിരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിൽ നിന്നല്ല. അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടി കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. ഇവിടെ അരിപ്പൊടി കൊടുത്താൽ ഫിത്ർ സക്കാത്ത് ആവുകയില്ല. അരി തന്നെയാണ് കൊടുക്കേണ്ടത്. ധാന്യം എന്നാണ് കിതാബിൽ കാണുന്നത്. ധാന്യം തന്നെയാണ് കൊടുക്കേണ്ടത്. അത് ഏതരി ആയിക്കോട്ടെ, അരി ഏതായിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. അരി എന്ന ഗണം, ധാന്യം എന്ന ഗണത്തിലാണ് ഇവിടെ നോക്കുക. അതുകൊണ്ട് അരിപ്പൊടി കൊടുത്താൽ ശരിയാവില്ല. പിന്നെ ഒരു സഹോദരൻ ചോദിച്ചു, എൻ്റെ ഭാര്യ പ്രസവത്തിനായിട്ട് അവളുടെ വീട്ടിലാണ്, അപ്പോൾ അവളുടെ ഫിത്ർ സക്കാത്ത് അവൾ അവിടെയാണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്ത് കൊടുക്കണോ? അവളുടെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കണോ, അതോ അവൾ അവളുടെ വീട്ടിലാണോ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. അതായത് പെരുന്നാൾ രാവിൽ ഒരാൾ എവിടെയാണോ അവിടെയാണ് അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. പെരുന്നാൾ രാവിൽ നിങ്ങളുടെ ഭാര്യ എവിടെയാണോ അവളുടെ വീട്ടിലാണെങ്കിൽ അവളുടെ വീടിൻ്റെ പരിസരത്ത്, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്താണ് കൊടുക്കേണ്ടത്. പിന്നെ സുപ്രധാനമായ മറ്റൊരു ചോദ്യം, ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇപ്പോൾ സംശയമുള്ളൊരു ചോദ്യമാണ്. പരിധി വെക്കാതെ നമുക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാമോ? പരിധി വെക്കാതെ ഫിത്ർ സക്കാത്ത് കൊടുക്കാം. എത്രയാണെന്ന് വെച്ചാൽ അത്ര. ഇനി ഒരാൾക്ക് 5 കിലോ കൊടുക്കണമെന്ന് വിചാരിക്കുക, എങ്കിൽ 5 കിലോ കൊടുക്കാം. 10 കിലോ ആണെങ്കിൽ 10 കിലോ കൊടുക്കാം. ഒരു ചാക്കരി ഞാൻ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കുന്നു, ഒരു ചാക്കരി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ മറ്റൊരു സഹോദരൻ ചോദിച്ചത്, എൻ്റെ കുടിയിറക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പെരകേറ് താമസം എന്നാണ് പറയാറ്, പൊറുതിയാകൽ എന്നൊക്കെ പറയും. അതിനൊരു ചാക്ക് അരി കിട്ടി, അതിൽ നിന്നും ഫിത്ർ സക്കാത്ത് കൊടുക്കാമോ എന്നാണ് ചോദ്യം. കുടിയിറക്കലാവട്ടെ, ഇനി ആരെങ്കിലും സ്വതക്ക നൽകിയതാവട്ടെ, എന്താണെങ്കിലും കുറച്ച് അരി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വന്നാൽ പിന്നെ അത് നമ്മുടെ അരിയായി. അതുകൊണ്ട് ആ അരിയിൽ നിന്നും അങ്ങനെ കിട്ടിയ സ്വതക്കയായിട്ടോ അല്ലെങ്കിൽ സമ്മാനമായിട്ടോ ഹദിയായിട്ടോ എങ്ങനെ കിട്ടിയ അരിയിൽ നിന്നും നമുക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഗൾഫിലാണുള്ളത്, അടുത്ത റൂമുകാർക്ക് കൊടുക്കണോ അതോ ഫാമിലിയിലുള്ള ആളുകൾക്ക് കൊടുക്കണോ, ജോലി എടുക്കുന്ന തൊഴിലാളികൾക്കാണോ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഗൾഫിലുള്ള ആളെ എന്താണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്? ഇതൊരു ചോദ്യമാണ്. ഇവിടെ ഗൾഫിൽ എന്താണോ അവിടെ മുഖ്യമായ ഭക്ഷണമുള്ളത്, മുഖ്യമായ ധാന്യം, ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ അവിടെ എന്താണോ ഗൾഫിലെ മുഖ്യമായ ഭക്ഷണം അതാണ് അവിടെ കൊടുക്കേണ്ടത്. അവിടെ തന്നെ ഗൾഫിലുള്ള ആളുകൾ അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഗൾഫിലുള്ള ആളുകൾ, ഭർത്താവാവട്ടെ, നമ്മുടെ ആൺമക്കളാവട്ടെ, പെൺമക്കൾ ആരാവട്ടെ, ഗൾഫിലുള്ള ആളുകൾ അവിടെ തന്നെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അവരുടെ ഫിത്ർ സക്കാത്ത് നാട്ടിൽ കൊടുത്താൽ അത് ശരിയാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ആർക്കാണ് അവിടെ അർഹരായ ഒരുപാട് പാവപ്പെട്ട ഒരുപാട് തൊഴിലാളി, മലയാളികൾ തന്നെ അല്ലെങ്കിൽ ബംഗാളികളായ ആളുകൾ, ഒരുപാട് പേര് അവിടെ ജോലിക്ക് പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക. ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ അവൻ മുഖ്യ ധാന്യം എന്താണോ ആ ധാന്യം കൊടുക്കുക. ഹനഫി മദ്ഹബുകാരനാണെങ്കിൽ അവൻ എന്ത് ചെയ്യുക, അതിൻ്റെ വില എടുത്തു കൊടുക്കുക. പിന്നെ അവിടെ അർഹരായ ആളുകളെ കാണാൻ സാധിക്കും. ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള റൂമുകാർ, അവർക്ക് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ തൊട്ടടുത്തുള്ള റൂമുകാർ ഒരു അന്യ ആളാണ്, അതായത് വേറെ ഒരു നാട്ടുകാരനാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഒരു കുടുംബക്കാരനുണ്ട്, ഒരു കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളുണ്ട്. അയാൾ അർഹനുമാണെങ്കിൽ അയാൾക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 കൂലിയാണ്. ഒന്ന് കുടുംബ ബന്ധം ചേർത്തതും, 2 ഫിത്ർ സക്കാത്ത് കൊടുത്തതും. മറ്റേ അവർക്ക് കൊടുത്താൽ കൂലിയില്ല എന്നല്ല, കൂലിയുണ്ട്. പക്ഷേ ഇവർക്ക് കൊടുക്കുമ്പോൾ, ബന്ധുമിത്രാദികൾക്ക് കൊടുക്കുമ്പോൾ ഒന്നുകൂടി പ്രതിഫലം കൂടുകയാണ് ചെയ്യുന്നത്. ഗൾഫിൽ ഭർത്താവുണ്ട്, നാട്ടിൽ ഭാര്യയും മക്കളുമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ഭർത്താവാണ് ഇവരുടെ ചെലവ് നോക്കുന്നത്. അപ്പോൾ ഭർത്താവ് ഫോണിൽ വിളിച്ചു പറയണം ഭാര്യയോട്, ഞാൻ നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിങ്ങളെ വക്കാലത്താക്കിയിരിക്കുന്നു എന്ന് ഭർത്താവ് വിളിച്ച് പറയണം. കാരണം ഈ ഭാര്യയുടെയും മക്കളുടെയും ചെലവ് നോക്കുന്നത് ഭർത്താവാണ്, അവൻ ഗൾഫിലാണ്. അവൻ ഫോണിൽ വിളിച്ച് പറയണം, എന്ത്, നിങ്ങളുടെ സക്കാത്ത്, നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് നിങ്ങൾ നാട്ടിൽ തന്നെ കൊടുത്തോ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ തന്നെ കൊടുത്തോ എന്ന് ഭർത്താവ് വിളിച്ച് പറയണം. കാരണം അവനാണ് ചെലവിന് കൊടുക്കുന്നത്.
അവനാണ് ചിലവന് കൊടുക്കുന്നത്. അവൻ ഇങ്ങനെ വിളിച്ച് പറയാത്ത കാലത്തോളം ഇവർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവില്ല എന്നാണ് മസ്അലയാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഏകദേശം നിങ്ങളുടെ സംശയത്തിനൊക്കെ മറുപടിയായി എന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പ്, നമ്മൾ അനുഷ്ഠിക്കുന്ന മറ്റ് ഇബാദത്തുകൾ, ഫിത്ർ സക്കാത്ത് ഉൾപ്പെടെ എന്തെല്ലാം നല്ല കർമ്മങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകിയ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ അല്ലാഹു തആല ഈ ദൗത്യ സംഘത്തെ സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കുമാറാവട്ടെ. നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ വീഡിയോകൾ അത് നിങ്ങൾ കേൾക്കുക, അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അവരും പഠിക്കട്ടെ, അവരും അറിയട്ടെ. നമുക്കെല്ലാവർക്കും സ്വർഗത്തിൻ്റെ അഹ്ലുകാരാവാം ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിലൂടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ്, പ്രത്യേകിച്ച് ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ, അവരൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ, പ്രയാസങ്ങൾ മാറാൻ, കടങ്ങൾ മാറാൻ, ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ, ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ, മക്കളുടെ വക്രത സ്വഭാവം മാറാൻ, പറഞ്ഞാൽ അനുസരിക്കാൻ ഒക്കെയായിട്ട് ഒരുപാട് പേര്. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു സഹോദരി കമൻ്റ് ഇട്ടിരുന്നു, അവർക്ക് വായയിൽ ക്യാൻസറാണ്, വെള്ളം കുടിക്കാൻ പറ്റൂല, ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അല്ലാഹു തആല പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ഒരുപാട് പേര് കമൻ്റായി എഴുതാത്ത ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, പ്രയാസങ്ങളുള്ളവർ, പ്രശ്നങ്ങളുള്ളവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല മാറ്റിത്തന്ന് സുഖവും സന്തോഷവും ദീർഘായുസ്സും നമുക്കെല്ലാവർക്കും അല്ലാഹു നസ്വീബാക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ പരിശുദ്ധമായ റമദാൻ അനുകൂലമായ സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പല ആളുകളും പറയുന്നു, ഉസ്താദേ ഞങ്ങൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നിസ്കാരത്തിലൊന്നും നല്ലതുപോലെ ശ്രദ്ധ കിട്ടുന്നില്ല, പല ചിന്തകളാണ്. നിസ്കാരത്തിൽ കൈകെട്ടിയാൽ മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മ വരികയാണ്. നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിന്നാൽ അവൻ്റെ നിസ്കാരത്തിൽ പൂർണ്ണമായ ശ്രദ്ധ കിട്ടുന്നതിനുള്ള ചില ടിപ്സുകൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ നിസ്കാരത്തിൽ നമുക്കുണ്ടാകുന്ന അലസത, അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തകൾ പോകുന്നു, നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അശ്രദ്ധകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ അതിന് മുഴുവനും പരിഹാരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.